പിന്തിരിപ്പന്മാരെല്ലാം ഒരു ഭാഗത്ത് യോജിക്കുകയാണ്. RSSനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മേഖലയിൽ അവരുമായിട്ട് ചേരുകയാണ്. ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിന് വേണ്ടി കാസ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കാസ, മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിയും അതുപോലെ SDPIയും എല്ലാ വർഗീയ ശക്തികളും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ഇത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമാക്കി. കാരണം സെക്യുലറായ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വളരെ ചെറിയ വിഭാഗമാണ് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. വളരെ ചെറിയ വിഭാഗമാണ് തീവ്രവാദ ശക്തിയായിട്ട് നിലകൊള്ളുന്ന SDPI എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആശയ തടങ്കലിലാണ് ലീഗ് ഉള്ളത്. അതിനെ ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് വന്നാൽ ഞങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ദൂരവ്യാപകമായിട്ട്. മുസ്ലിം ജനസാമാന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, സംശയം വേണ്ട. ഇങ്ങനെ ദൂരവ്യാപകമായ ഫലമുണ്ടായാലും എന്തേ ഞങ്ങൾ ഇവരുമായി ചേർന്നാൽ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ചോദിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇപ്പോഴതിവേഗം കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയുന്നത് പോലെ സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തെ ഞെക്കിക്കൊല്ലാനാണ് ശ്രമം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ഇന്നത്തെ രീതിയിൽ മുന്നോട്ടേക്ക് പോവില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അറിയാം. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്ത സമീപനമായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ 8.25 വർഷവും ഉണ്ടായത്. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ 2-ാം ടേം അധികാരത്തിൽ വന്ന ആ നിമിഷം തുടങ്ങി ഒരു വികസന പ്രവർത്തനവും ഇനി കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. ലോകത്ത് ഇതുപോലെ ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി ശശി തരൂർ പറഞ്ഞതാണ് ശരി. ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ പിന്തുണക്കുക, തെറ്റായ നിലപാടുണ്ടെങ്കിൽ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ കാണുക, അതിലാർക്കും തർക്കമില്ല. പക്ഷേ നിഷേധാത്മകമായ നിലപാട് മാത്രം ഇവിടെ സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള UDFൻ്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും. അത് മാറേണ്ടതാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടും അവരത് മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കടലുൾപ്പെടെയുള്ള മേഖലയിൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യത്തിൽ പാട്ടത്തിന് കൊടുത്തപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് സംയുക്തമായ പോരാട്ടം സംഘടിപ്പിക്കാമെന്ന് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. UDFൻ്റെ യോഗം ചേരുമ്പോൾ നേതൃയോഗം ചേരുമ്പോഴേക്ക് അവർ പറഞ്ഞു, യോജിച്ച പോരാട്ടങ്ങളോ സമരങ്ങളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബഡ്ജറ്റിൻ്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും പറയാൻ കൂട്ടാക്കാതിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലപാടിനെതിരായി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറില്ല. അപ്പോൾ യോജിച്ച പോരാട്ടങ്ങളിലൂടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷ നിരയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിനെയെല്ലാം ഫലപ്രദമായിട്ട് നേരിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. സഖാവ് പിണറായി ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യനും കാണാൻ സാധിക്കുന്ന ഏറ്റവും ക്രിയാത്മകമായ വികസന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കൃത്യമായിട്ട് അവർ പറയും, അത് നാഷണൽ ഹൈവേ 66ൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. അങ്ങ് തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെ 66 നാഷണൽ ഹൈവേ 66ൻ്റെ പ്രവർത്തനം. 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാതയും അപ്പുറവും ഇപ്പുറവുമായിട്ട് സർവീസ് റോഡും ഉൾപ്പെടെ 8 വരിപ്പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസമാകുമ്പോഴേക്ക് ആ പാതയിലൂടെ മിക്കവാറും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു പുതിയ കേരളത്തെയാണ് പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഭാഗമായി കേരളം കാണാൻ പോകുന്നത്.